വചനസാരം വചനസാരം. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് സുവിശേഷത്തിൽ നാം കാണുന്നത് ഇസ്രായേലിൽ പോലും കാണാത്ത വിശ്വാസത്തിന്റെ ഒരു ഉടമയായ മനുഷ്യനെ കുറിച്ച് ക്രിസ്തു പറയുന്നതാണ്. ശതാധിപൻ വളരെ കൺസേൺ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. സുവിശേഷത്തിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള ചെറിയൊരു സ്കെച്ചുണ്ട്. ആ സ്കെച്ചിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, തന്റെ ഭൃത്യന്റെ രോഗാവസ്ഥയിൽ ശ്രദ്ധാലുവായ, താൻ നിയന്ത്രിക്കുന്ന ജനത്തിന്റെ വിശ്വാസത്തിന്റെ ആവശ്യങ്ങളിൽ ശ്രദ്ധാലുവായ, ഇതിനേറെ പറയുന്നു, തന്റെ ഭൃത്യനെ സുഖപ്പെടുത്തുവാനെത്തുന്ന ക്രിസ്തുവിന്റെ സമയത്തെയും അധ്വാനത്തെയും മാനിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം മറ്റുള്ളവരുടെ കാര്യങ്ങൾ അത്രയേറെ കൺസേൺഡ് ആണ്. തനിക്ക് കിട്ടുന്ന നന്മകളിൽ പോലും മറ്റുള്ളവർ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു എന്നത് കൺസേൺ ഉള്ള ഒരു മനുഷ്യൻ. ശരിക്കും ദൈവത്തിന്റെ ഒരു സ്വഭാവത്തെയാണ് അദ്ദേഹം കാണിക്കുന്നത്. ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേൽ മഴ പെയ്യിക്കുന്ന, എല്ലാവരെയും കൺസേൺ ചെയ്യുന്ന ഒരാൾ. അതുതന്നെയാണ് ശതാധിപന്റെ ഒരു പ്രത്യേകതയായിട്ട് മാറുന്നതും. ക്രിസ്തു അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ ഇത്രയേറെ നല്ല രീതിയിൽ പറയുന്നതും. നമ്മളുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് മറ്റുള്ളവർ നമ്മൾക്ക് വേണ്ടിയാണെന്നുള്ളതാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ എത്രത്തോളം മറ്റുള്ളവരെ കൺസേൺ ചെയ്യുന്നു. അനുദിനം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഓരോ കുഞ്ഞു കാര്യങ്ങളെയും തരുന്നവരെ എത്രത്തോളം നമ്മൾ കൺസേൺ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളുടെ ദൈവികതയെ അടയാളപ്പെടുത്തുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് നമ്മൾ നടത്തുന്ന അർത്ഥനയല്ല. അതിനുമപ്പുറത്തേക്ക് നമുക്ക് ചുറ്റുമുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക് എത്രത്തോളം നമ്മൾ കൺസേൺഡ് ആകുന്നു, അത്രത്തോളം നമ്മൾ ദൈവിക സ്വഭാവം നമ്മൾ ഊട്ടിയുറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സുവിശേഷത്തെ ധ്യാനിക്കുമ്പോൾ ഈ ഒരു ശതാധിപന്റെ വിശ്വാസം എന്ന് പറയുന്നത് ശതാധിപന്റെ കൺസേൺ ആണ് മറ്റുള്ളവരെ കുറിച്ചുള്ള. നമ്മുടെ ജീവിതത്തിലും അപ്രകാരം ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്ന കൃപകൾ, നന്മകൾ, മറ്റുള്ളവരിലൂടെ നമുക്ക് ലഭിക്കുന്ന കൃപകളെ കുറിച്ച് നമ്മൾ എത്രത്തോളം ബോധമുള്ളവരാണ്, കൺസേൺഡ് ആണ് എന്ന് ചിന്തിക്കുകയും കുറേയും കൂടി മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൺസേൺഡ് ആകാനായിട്ട്, പ്രത്യേകിച്ച് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളിൽ കൺസേൺഡ് ആകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അപ്പൊ നമ്മുടെ വിശ്വാസത്തെ നമുക്ക് കുറേയും കൂടി എൻറിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. വചനസാരം വചനസാരം.